ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സുജൂദിൽ കിടക്കുന്ന സമയമാണ്. അല്ലാഹു എന്ന VVIPകളെക്കാളും വലിയ VVIP ആയ പടച്ചതമ്പുരാൻ അല്ലാഹു ജല്ല ജലാലു അഖ്റബു മാ യകൂനുൽ അബ്ദു ഇലല്ലാഹി വഹുവ സാജിദ്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴേ നമ്മുടെ സൃഷ്ടാവായ അല്ലാഹുമായി നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, ഏറ്റവും അടുത്ത്, the closer you can be to Allah. വ അൻത സാജിദ്, നിങ്ങൾ സുജൂദിൽ കിടക്കുമ്പോഴാണെന്നാണ്. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സുജൂദിൽ? തറാവീഹിൻ്റെ സുജൂദിലോ ഖിയാമുൽ ലൈലിലോ വിത്റിലോ ഇശാഇനോ മഗ്രിബിനോ എപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ അല്ലാഹുവിൻ്റെ തൊട്ടരികത്താണ് ഇപ്പം നിൽക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മെമ്മറബിൾ അൺഫോർഗറ്റബിൾ മൊമെന്റ്സ്, ഒരുപാട് മൊമെന്റുകൾ നമുക്ക് കിട്ടും ഓരോ ദിവസവും. സുജൂദിൽ കിടക്കുമ്പോഴാണ്, സുജൂദിൽ കിടക്കുമ്പോഴാണ് ഞാൻ എൻ്റെ റബ്ബിൻ്റെ അരികത്തെത്തുന്നത്. അടുത്തിരിക്കുമ്പോൾ സ്വകാര്യം പറയാലോ, അപ്പോൾ അല്ലാഹുവിനോട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാം. ഖൽബിലെങ്കിലും പറഞ്ഞ് ചിന്തിച്ചിരിക്കാലോ. സുജൂദിൽ നമുക്കങ്ങനെ തോന്നാറുണ്ടോ? അഭിമാനം തോന്നണം ഒരു സുജൂദ് ചെയ്യാൻ കഴിയുമ്പോൾ. നാളെ പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ, പടച്ചതമ്പുരാന്റെ നൂറ് കാണുമ്പോൾ, എല്ലാ വിശ്വാസികളും സുജൂദിൽ വീഴുമ്പോൾ, ദുന്യാവിൽ സുജൂദ് ചെയ്യാൻ ഭാഗ്യമില്ലാത്ത ആളുകൾ അവിടെ സ്റ്റിഫായിട്ട് നിൽക്കുന്നതാണ്. ബോഡി ബെൻഡാവില്ല, സുജൂദ് ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിടെ നൽകുന്ന ഒരു ശിക്ഷയാണത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരാൾ വന്നു, അവിടെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, ഒരാൾക്ക് മാത്രം എഴുന്നേൽക്കാൻ പറ്റണില്ല. അത് ശ്രദ്ധിക്കപ്പെടും. ഒരാളെ മാത്രം എന്ത് ചെയ്യാത്തത് പറ്റണില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ, ആ നൂറിൻ്റെ മുമ്പിൽ എല്ലാവരും സുജൂദിൽ വീഴുമ്പോൾ ചില ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഖുർആൻ പറയാ, ദുന്യാവിൽ അവരോട് സുജൂദ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു, അന്നവർക്കത് കഴിഞ്ഞിട്ടില്ല. മനഃപൂർവ്വം, ഡെലിബറേറ്റ്ലി they didn't do that. അതുകൊണ്ട് ഇവിടെ പറ്റൂല.